ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. സദ്യ സ്പെഷ്യൽ റെസിപ്പികൾ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. കൂട്ടുകറി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടല ഓവർനൈറ്റ് കുതിർത്തെടുത്തത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു കപ്പ് കടല കുതിർക്കുന്നതിന് മുമ്പുള്ള അളവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ചേർത്ത് ഇതൊന്ന് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് 250 ഗ്രാം ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചതാണ്. അതുപോലെ തന്നെ പച്ചക്കായ, ഇത് ചെറുതായതുകൊണ്ടിട്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കടല അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു കുക്കറിൽ ചേനയും പച്ചക്കായും ഇട്ട് കൊടുക്കാം. കുക്കറിലല്ലാതെ ഇത് വേവിക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുക്കറിലാണ് ഇടുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്കും നമ്മൾ കടലയിലേക്ക് ചെയ്ത പോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി വെന്തതിന് ശേഷം കാണാം. കടലയും ചേനയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. ഇനി വറുത്തെടുക്കാനും തേങ്ങ വേണം. ഞാൻ ഈ കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടി 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം, ക്യുമിൻ സീഡ്സ്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് അരക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയിലേക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചതച്ച് കുറച്ചുകൂടി ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഓവറായിട്ട് പൗഡർ രൂപത്തിൽ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കടലയും പച്ചക്കായയും ചേനയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ആക്കാൻ പോവാണ്. അതിന് വേണ്ടി ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിവിടെ ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കൂടെ 4-5 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തതാണ്. ഇത് ചേർത്താലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് നന്നായിട്ട് സിമ്മിലാക്കി നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിൽ ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ഞാൻ 1 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കി എടുത്തതാണ്. കാരണം അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട്
നിങ്ങൾക്ക് വാങ്ങുന്ന ശർക്കരയിൽ അഴുക്കില്ല എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഉരച്ച് കൊടുത്തിട്ട് ചീകി എടുക്കൂലേ, അങ്ങനെ ചീകി എടുത്തിട്ട് ചേർക്കാം. ഞാൻ ഇങ്ങനെയാണ് ചേർത്തത്. ഇനി ഇതൊന്ന് അവിടെ കിടന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകമായി വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതിളക്കാൻ മറക്കരുത്. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച കടലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാം. ഇത് അവസാന മിക്സിംഗ് ആണ്. തേങ്ങ വറുത്ത നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് സദ്യയുടെ സ്പെഷ്യൽ കറികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് കൂട്ടുകറി. അപ്പോൾ ഈ ഓണോ വിഷു ഒന്നും അല്ലാത്ത ഈ കാലത്ത് എങ്ങനെ ഇതെന്താ ഉണ്ടാക്കിയെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് മീൻ കിട്ടാൻ ഭയങ്കര പണി. അതുമല്ല ഇപ്പോൾ പോരാത്തതിന് ട്രോളിങ് നിരോധനവും കൂടെ വന്നതോടുകൂടി അപ്പോൾ പിന്നെ വീണ്ടും പച്ചക്കറിയിലേക്ക് തന്നെ എല്ലാവരും തിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണ്. നിങ്ങളൊരുപാട് കണ്ടിട്ടുണ്ടാവും കൂട്ടുകറി ഉണ്ടാക്കുന്നതൊക്കെ. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി സെർവ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നല്ല അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.